ഇത് വല്ലാത്തൊരു കാലന്റെ റബ്ബേ. മനുഷ്യന്മാരൊറ്റക്ക് വർത്താനം പറഞ്ഞ് നടക്കണ കാലം. പണ്ടൊക്കാണ് ഇതിന് പീരാണ്ടെന്നു പറയാ. അസ്സലാമലൈക്കും. വലൈക്കുസ്സലാം. അല്ല, ഇതാ രാമിനെ. ഇരിക്കാമിന. അന്നെ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് കൊറേ കാലായല്ലോ. അതൊന്നും പറയണ്ടെന്റെ ഖദീസ. എന്റെ മോൻ ഗൾഫിന്ന് വന്നപ്പോ കുറച്ച് ഡ്രസ് കൊണ്ടുവന്നിനി. ടിവിന്റെ കാണീനി. സമയം പോണത് അറിയൂല. അല്ല അമിന, അതെന്താ സാധനം? ടിവിനുള്ളില് സാധനം ഇടാ തന്നെ നിക്കാതെ പരിപാടി ഇങ്ങനെ കാണണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഞാനൊക്കെ കഴിഞ്ഞൂടി പോണേ. അല്ലേ പിന്നെ നിസ്കരിച്ച് ഓത്. ഇതല്ലാണ്ട് എന്താ പണി? അല്ല, അന്റെ മക്കള് വർത്താനൊക്കെ എന്താ? എന്ത് പറയാനാ, മക്കള് പെണ്ണായിട്ടും ആണായിട്ടും 7 എണ്ണത്തിന് ഞാനും പെറ്റിക്കണ്. എന്നിട്ട് ഇപ്പൊ എന്താ, ഒന്നിനെനിക്ക് ഉപകാരത്തിന് കിട്ടില്ല. നിങ്ങൾക്ക് എന്തിന്റെ കുറവാ? വണ്ടിക്ക് വണ്ടി, കാറിന് കാറ്, ടിവിക്ക് ടീവ്, ഓരോ നിറച്ചും പണിക്കാര്. ഇനി അവിടുന്ന് മടുക്കുമ്പോ എടുക്ക ഞങ്ങളെടുത്ത് വന്ന് നിൽക്കാനാ ഓല് പറയാ. ആ പേരക്കുട്ടികളെ ഏതോ ഒന്നിനെ കിട്ടിയാ മതി. ഇനി ഓൾക്ക് പഠിക്കണ്ടേ? നമ്മളടുത്തുള്ള സ്കൂളൊന്നും ഓൾക്ക് പറ്റൂലോ. പേരക്കുട്ടി അവിടെ നിർത്താൻ നിക്കണതാ അനക്ക് നല്ലത്. ഇപ്പൊ നിനക്ക് നോക്ക്, ഇന്റെ മോൻ ഒഴുത്തീനെ ഉമ്മാക്ക് പേടിക്കീനെ പറഞ്ഞാക്കിക്കണ്. എന്നിട്ടിപ്പ എന്താ? എനിക്ക് പേടി കൂടിയെന്നല്ലാണ്ട് ഇപ്പൊ എന്താ കാര്യം? അതെന്തേ ഞങ്ങക്ക് പേടി കൂടിയേ? ഇന്റെ ആമിന, ഞമ്മള് പഠിച്ചു വളർന്ന കാലല്ലത്. ഇപ്പൊ ഓരോരുത്തരും ഒറ്റക്ക് പഠിച്ച്, ഒറ്റക്ക് കളിച്ച്, ഒറ്റക്ക് തിന്ന്, ഒറ്റക്ക് വർത്താനം പറഞ്ഞ് നടക്കണ കാലാത്. ഇവിടെ ആർക്കും ആരെയും വേണ്ട, എല്ലാം ഒറ്റക്കാ. അല്ല, ഇതാര് സാബിറെ? ഇരിക്ക് സാബിറ. സാബിറക്ക് പിന്നെ ഇത് സ്വരീക്കണെങ്കിലും അയലോകത്തൊക്കെ ഒന്ന് തങ്ങിയില്ലേല് ഉറക്കം വരൂലോ. അങ്ങനെ ഓള് ഈ ചെയ്യുന്ന നല്ല കാര്യല്ലേ? നല്ല കാര്യം തന്നെ. ഒരു കാര്യം പറയണ്ടായിരുന്നു. എന്തേ സാബിറ? നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു കാര്യം കേൾക്കണോ? മനസ്സിനെ ബേജാറാക്കാണ്ട് ഈ കാര്യം പറയും. നമ്മളെ തെക്കേലെ പാത്തുത്താന്റെ മോളെ വിവരം വല്ലങ്ങൾ അറിഞ്ഞോ? ഓളെ മോള് തെക്കീനെ പോയത് കുട്ടികളെ പെടാക്കി. ഓള് പുയ്യാപ്പിളയുടെ അടുത്ത് പോയല്ലേ? അതിപ്പോ എന്താ അതിർപ്പത്തെ പറയാന്? ഇതൊക്കെ ഇപ്പൊ സാധാരണല്ലേ? അല്ല, ഓള് പുതിയാമ്മയുടെ അടുത്തേക്ക് പോയതല്ല, വേറെ തന്നെ പറ. അതെങ്ങനെ ചെറിയ? അത് പറ അറിയാത്തെ നല്ല ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം. അല്ല സാബിറ, അഞ്ച് ഇവര് എഴുന്ന് കിട്ടി. അത് നമ്മളെ തെക്കേലെ മൈമൂന പറഞ്ഞ് 4 കുട്ടികളെ വിചാരിച്ചെങ്കിലും. എന്റെ റബ്ബേ, ഈ പെണ്ണുങ്ങൾക്കൊക്കെ എന്തിന്റെ കേടാ? മിസ് കോളാന്നാ പറയണത്. മിസ്കോയോ? എന്താ സാനോ? ആ സാധനൊന്നുമല്ല, ഓളെ മൊബൈലിക്ക് എന്നും ഏതോ കോള് വരും. അന്തിക്കും പാതിരാക്കും ഒക്കെ മിസ് കോൾ വരും. ഒരു ദിവസം ഓളതങ്ങനെ എടുത്ത് അങ്ങനെ ഓനാളെ വലയിലാക്കുകയും ചെയ്തു. ഇതിപ്പോ മൊബൈലാണ് കാണണമെങ്കിൽ നാട്ടിലെല്ലാ പെണ്ണിന്റെ കയ്യിലുള്ള സാധനം അപ്പോലെ മിസ്കോള് പിടിക്കൂ. ഇതെന്നെ ഞാൻ പറയുന്നേ, ഇത് കിയാമത്തിന്റെ അടയാളാണ്. ഹലോ, ടാങ്കിൽ വെള്ളം തീർന്നോ? ഞാൻ ഇപ്പഴത്തെ ഖദീസത്താന്റെ വീട്ടിലാ. ഒരു കാര്യം ചെയ്, ഉപ്പാനെ വിളിക്ക്. ഉപ്പാനെ കിട്ടുന്നില്ലെന്നോ? റേഞ്ച് ഉണ്ടാവൂല. ഇപ്പൊ താഴെ അറിയല. അല്ല, അന്നക്കാരാ വിളിച്ചേ? അതിന്റെ മോനെ. ഓനേടുന്ന അന്നെ വിളിച്ചേ? അന്റെ പോരേന്നോ? ഓനാ ഫോണ് ഞെക്കുന്നേരോ ഓൻ ആടെ നിന്നിട്ട് ഓർക്കും തന്നെ വിളിച്ചുട്ടാ പോരെ? അതിപ്പോ മൊബൈൽ കയ്യിലുള്ള കുട്ടികൾ ചെയ്യോ? ഓർക്കൊരു കുറച്ചിലല്ലേ? ഇതെന്നെ ഞാൻ പറയുന്നേ, ഒറ്റക്ക് വർത്താനം പറയാന് എല്ലാവർക്കും ഇഷ്ടം. ഇതെന്നെ കാലത്തിന്റെ നഷ്ടവും. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. റഫീഖത്തെ കേടായിരുന്നു. ഞാൻ ഖുർആൻ ക്ലാസ്സിന് പോയതായിരുന്നു. എനക്ക് ഖുർആൻ ക്ലാസ്സിന് പോകുന്ന നേരം കൊണ്ട് പല തൊഴിലും
പോകില്ലേ? തുടങ്ങിയോളൂ ദുനിയാവ് വാഴവും പറയാം. എന്റെ അടുത്ത് വല്ല കഥയുണ്ടോ? ഈ നാട്ടിൽ നടക്കുന്ന വല്ല വർത്താനം അറിയുന്നുണ്ടോ? നമ്മളെ തെക്കേലെ പാത്തുത്താന്റെ മോള് സെക്കീന. മതി മതി, ഇനി നിങ്ങൾ ഒന്നും പറയണ്ട. നിങ്ങൾക്കിത് പറഞ്ഞു രസിക്കാൻ നല്ല ഹരമായിരിക്കും. പക്ഷേ ഇതുമൂലം വേദനിക്കുന്ന കുടുംബത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ കുരുന്നുകളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത് ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇത് മാത്രമല്ല ഈ സമൂഹത്തിൽ നടക്കുന്നത്. കാലം പുരോഗമിക്കും തോറും മനുഷ്യൻ അതപ്പതിക്കുന്ന അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വ്യക്തി സാമൂഹിക വളർച്ച സാധ്യമാക്കുന്നതിന് പകരം അധർമ്മത്തിന്റെയും അശ്ലീലതയുടെയും വഴി മനുഷ്യൻ ചെന്നെത്തുന്ന ദയനീയ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന് വിജ്ഞാനം കരസ്ഥമാകുമ്പോൾ ധാർമ്മിക വിജ്ഞാനം കൂടി കരസ്ഥമാകേണ്ടതുണ്ട്. അതോ അതിനാണ് ഞാൻ പറഞ്ഞത് ആഴ്ചയിൽ നടത്തുന്ന ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന്. അതിനാണ് ഖുർആനല്ല പഠിപ്പിക്കാൻ. അപ്പൊ അതെങ്ങനെ കിട്ടോ? ഖുർആൻ അത് ദൈവിക ഗ്രന്ഥമാണ്. മനുഷ്യരാശിക്ക് അവന്റെ ജീവിത വ്യവസ്ഥ എങ്ങനെയെന്ന് അത് ഉത്ബോധിപ്പിക്കുന്നു. അള്ളാഹു അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മനുഷ്യന് സമർപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മാതൃക നമുക്ക് കാണിച്ചു തരികയും ചെയ്തു. അപ്പൊ നമ്മൾ അങ്ങനെ ജീവിക്കണമെന്ന് ഖുർആനിൽ പറയുന്നുണ്ടല്ലേ? എന്നാ ഇനി ഞാനും വരൂ അന്റെ കൂടെ ഖുർആൻ ക്ലാസ്സിന്. എനിക്ക് വരാൻ പറ്റുമോ? അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചത്? എനിക്കും കഥീസുമത്താക്കും വയസ്സായില്ലേ? വയസ്സ് അതവിടെ പ്രശ്നമല്ല. അറിവ് സമ്പാദിക്കാൻ വരുന്ന ആർക്കും അവസരമുണ്ട്. നിങ്ങളും വരൂ, നമുക്ക് ഒരുമിച്ച് അറിവ് കരസ്ഥമാക്കി ഈ നാടിന്റെ നന്മക്കായി പോരാടാം. അസ്സലാമു അലൈക്കും. ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ, ഈ കൽബു പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേങ്ങവേ. ജന്മം തന്ന നാഥ, ജീവൻ തന്ന താജ, ജന്മം തന്ന നാഥ, ജീവൻ തന്ന താജ. കരയാൻ വിധിച്ചവനോ ഞാൻ ഈ ദുനിയാവിൽ, കണലായി തീർത്തവനോ യാ റഹ്മാൻ അല്ലാ 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 യാ അല്ലാ. ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ, ഈ കൽബ് പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേങ്ങവേ. ഈ ലോക സൃഷ്ടാവിൽ ഞാൻ എന്നും സങ്കടമേറ്റുപാടി, ഈ ലോക സൃഷ്ടാവിൽ ഞാൻ എന്നും സങ്കടമേറ്റുപാടി. കരയാൻ വിധിച്ചവനോ ഞാൻ ഈ ദുനിയാവിൽ, കനലായി തീർത്തവനോ യാ റഹ്മാൻ അല്ലാ 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 യാ അല്ലാ. ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ, ഈ കൽബ് പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേങ്ങവേ. ജന്മം തന്ന നാഥ, ജീവൻ തന്ന താജ, ജന്മം തന്ന നാഥ, ജീവൻ തന്ന താജ. കരയാൻ വിധിച്ചവനോ ഞാൻ ഈ ദുനിയാവിൽ, കനലായി തീർത്തവനോ യാ റഹ്മാൻ അല്ലാ 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 യാ അല്ലാ. ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ, ഈ കൽബ് പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേങ്ങവേ. ശുക്രൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. പഠിക്കാൻ തൊഴിക്കാൻ പൊട്ടി പൊട്ടി കരയാൻ പാപികളോ ഞങ്ങൾ പാവകളോ, അതോ പണമിന്റെ വില പേശി വിൽക്കാനും വാങ്ങാം പെണ്ണെന്താകടോ മടലുകളോ. അടങ്ങുകില്ല ഞങ്ങൾ സഹിക്കുകില്ല ഈ ഗതി തുടർന്നാൽ ജീവിതം അടുത്ത ഞങ്ങൾ വിളിക്കും സിന്ദാബാദ്. അൽ ഇസ്ലാം
മണിയറ പുൽകാൻ മധുവിധു നുകരാൻ മോഹമുണ്ടെങ്കിൽ മഹർ തരൂ. അടങ്ങുകില്ല ഞങ്ങൾ സഹിക്കുകില്ല ഈ ഗതി തുടർന്നാൽ ജീവിതമടുത്ത ഞങ്ങളും വിളിക്കും സിന്ദാബാദ്. അൽ-ഇസ്ലാം സിന്ദാബാദ്, അൽ-ഇസ്ലാം സിന്ദാബാദ്, അൽ-ഇസ്ലാം സിന്ദാബാദ്, അൽ-ഇസ്ലാം സിന്ദാബാദ്, അൽ-ഇസ്ലാം സിന്ദാബാദ്. പഴിക്കാൻ തൊഴിക്കാൻ പൊട്ടി പൊട്ടിക്കലയാൻ പാപികളോ ഞങ്ങൾ പാവകളോ അതോ പണമില്ല പേശി വിൽക്കാനും വാങ്ങാനും പെണ്ണെന്താമടമടലുകളോ. അടങ്ങുകില്ല ഞങ്ങൾ സഹിക്കുകില്ല ഈ ഗതി തുടർന്ന ജീവിതമടുത്ത ഞങ്ങളും വിളിക്കും സിന്ദാബാദ്. അൽ-ഇസ്ലാം സിന്ദാബാദ്, അൽ-ഇസ്ലാം സിന്ദാബാദ്, അൽ-ഇസ്ലാം സിന്ദാബാദ്, അൽ-ഇസ്ലാം സിന്ദാബാദ്, അൽ-ഇസ്ലാം സിന്ദാബാദ്. കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ, ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിഷമങ്ങൾ വന്നാലും മനസ്സ് തളർന്നാലും കുളിരുള്ളൊരാശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുളിരുള്ളൊരാശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ ലാ
ഷാമിനോടും വലിയ ദേശമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴ്ന്ന ഭാഗത്തുകൂടെ പോകുമ്പോൾ മുകളിൽ നിന്നും അടിച്ചു വാരി കൂട്ടിയ മാലിന്യങ്ങളും ചപ്പ് ചവറുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലേക്ക് നിത്യവും എറിയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നും തട്ടി മാറ്റി ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പോകുകയും ചെയ്യും. ഒരു ദിവസം ഇങ്ങനെ മാലിന്യങ്ങളൊന്നും തലയിൽ വന്നു വീഴാത്തതെന്താണ്? ഇന്ന് മാലിന്യങ്ങൾ തലയിൽ വന്നു വീഴാത്തതെന്താണ്? നബി ചിന്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിൽ കയറി നോക്കി. അപ്പോൾ ആ സ്ത്രീ പനിപ്പിച്ചു കിടക്കുന്നതായി കണ്ടു. ഉടനെ ആ സ്ത്രീക്കു വേണ്ട പരിചരണം ചെയ്യാനാണ് നബി ശ്രമിച്ചത്. ഇത് ആ സ്ത്രീയുടെ മനസ്സിൽ വലിയ മാറ്റമുണ്ടാക്കി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകൻ തന്നെയാണെന്ന് ആ സ്ത്രീ തിരിച്ചറിഞ്ഞു. അവർ ഇസ്ലാം സ്വീകരിച്ചു. നമുക്ക് സത്യവിശ്വാസമുണ്ടായാൽ പോരാ, അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ കൂടി നമ്മിൽ നിന്നുണ്ടാകണം. അസ്സലാമു അലൈക്കും. ഹലോ ഹലോ അതെ കോമത് ഇറങ്ങുവാണ്. ആര് ഇറങ്ങും ഇറങ്ങും അറിമോ എവിടെയുള്ളത്? ഞാൻ ഇവിടെ കോഴിക്കോടുണ്ട്. കോഴിക്കോട് കോഴിക്കോട് കോഴിക്കോട്. ആ കോഴിക്കോടിനുള്ള ഞാനുള്ള കോഴിക്കോട് എന്ന കക്കോടി. കക്കോടിയോ? ആ ഞാൻ കക്കോടി മറ്റേ പ്രിൻസ് ഓഡിറ്റോറിയം അല്ലേ? പ്രിൻസ് ഓഡിറ്റോറിയം. പ്രിൻസിലോ? ആ അവിടെ ഉണ്ടെങ്ങനെ? ആ പ്രിൻസിലെ ഞാൻ സ്റ്റേജ് മല അടിച്ചോടെ ഉള്ളത്. ഞാൻ സ്റ്റേജ് ഉണ്ടല്ലോ. സ്റ്റേജ് മല എവിടെ? ഹലോ ആരാജ അറിഞ്ഞു? ഞാൻ സ്വപ്നം നിങ്ങളൊരു സലാം പറഞ്ഞിട്ട് ക്ഷീണതരം മാറിയില്ല. സലാമലൈക്കും. ഒന്നുമില്ല, ഒരു കോളം വെറുതെ വരച്ചെന്നല്ലാതെ കത്തയില്ല. ആരെ വിളിച്ചേ? എന്തൊക്കെയുണ്ട് ആൾക്കാരൊക്കെ ഇവിടെ തൊള്ളി കാട്ടിക്കണേ? ഇത് കണ്ടിട്ട് മനസ്സിലായില്ല. എന്തേ ബില്ല് കണ്ടില്ല? ഞാൻ ബില്ലടിച്ചാൻ പാട്ട് തുടങ്ങാൻ പോണേ. ആണോ? ആ ആശാനെ വിളിക്കും. ആശാനെ ഓ വിളിച്ചോളൂ. ഞാൻ ഫോൺ വിളിക്കാം. 1 2 3 4 5 6. എങ്ങനെ ഞങ്ങൾ കുത്തണേ? അല്ല മൂപ്പര് കൊറേ ദൂരത്തല്ല. വിളിച്ചൂട്. 2 നമ്പർ വിളിച്ചു. 7. ഹലോ ആശാനെ ഞാനാണ് കോമു. ആ കോമു സ്പീക്കറ്. നിങ്ങളെവിടെയുള്ളത്? നാട്ടുകാരൊക്കെ ഇവിടെ റീച്ചിന്. ഇതിപ്പോ നല്ല കഥ. നാട്ടുകാരൊക്കെ ഇവിടെ തൊള്ളിയും കാട്ടി ലുക്കുണ്ടില്ല. നമ്മളെന്ത് കാട്ടുക? നിങ്ങളിങ്ങോട്ട് കമ്മണോ അതോ ഞങ്ങളിങ്ങോട്ട് പോകണോ? മൂപ്പരണ്ട് കമ്മിക്കോട്ടല്ലേ? നിങ്ങളിങ്ങോട്ട് കമ്മിക്കോട്ടെ. ഞങ്ങൾ ഏതായാലും ഇവിടെ ബില്ലൊക്കെ റെഡിയാക്കാം. ഓക്കെ, ഡബിൾ ഓക്കെ. റെഡിയാക്കി. എന്താ പറഞ്ഞേ? ഞങ്ങൾക്ക് എന്തൊരു ഇംഗ്ലീഷ് ഹാമറാണോ? ഇംഗ്ലീഷ് ഹാമർ ഗ്ലാമറാണോ? ഇംഗ്ലീഷ് ഗ്ലാമറല്ലേ? അപ്പൊ ഇതൊക്കെ ചേർന്ന് പഠിച്ചേ? ഏത് ഈ ഇംഗ്ലീഷ് ഗ്ലാമറൊക്കെ? നമ്മൾ LKG ആയപ്പോ തന്നെ ഇംഗ്ലീഷ് അത്രയും പഠിച്ചില്ല. എവിടുന്ന്? LKG എന്തിയടാ? ഞാൻ പഠിച്ച കാലത്ത് 7ാം ക്ലാസ് വരെ ഉള്ളേന്. തന്നെ നമുക്ക് എന്റെ സ്കൂൾക്ക് പോകുന്നുണ്ടേനോ? പക്ഷെ അത് കഴിഞ്ഞപ്പോ എനിക്ക് പണി കിട്ടോ? മറ്റേ ബ്രോക്കർ പണി എടുക്കണം. ഓ ജോലി. നേരല്ല. ആശാനെവിടെ? നോക്കാം. ആശാനെവിടെ? ഇവിടെ ഏറോ ഉണ്ടാവും. അവിടെ കുത്തിക്കണതാ. മാറി കുട്ടിയോളത്തെ എന്താ നേരല്ലാത്തോടത്ത്. അതെ, ഞമ്മക്ക് വരാൻ നേരായിക്കണോ? എന്താണിത്? അതെ, ആ മൈക്കാരോട് ഒച്ച കുറച്ച് കൂട്ടാൻ പറയും. തീരെ കേട്ടിട്ടില്ല വേഗക്ക്. മൈക്കാരോട് ഒച്ച കൂട്ടാൻ പറയും. ആശാൻ വരുന്നേ പിള്ളടിച്ച പാട്ടുമായി
ഒരു നാട്ടാരെ ഒരു നാട്ടാരെ വില്ലടിക്കാൻ പാട്ടും കേൾക്കാൻ. ആശാനെ എവിടെ നിങ്ങൾ കുറെ നേരം നമ്മൾ കാത്തിക്കണേ? എത്താടോ ഇവിടുന്ന് പറയണമെന്നോ കേൾക്കണില്ലല്ലോ ഇത്. ഏതായാലും അന്ന് നമ്മളൊരു കാര്യം ഏൽപ്പിച്ചിനല്ലോ. അതിപ്പോ എന്തായി? നമ്മളെ മകൾക്ക് ഒരു പുതിയാപ്പിള വേണമെന്ന് പറഞ്ഞിട്ട് പറക്കി അതോ ഓർമ്മയില്ലപ്പത്. ഇതാപ്പ കോലം. ആശാനല്ലാതെ ഓനൊരു കാര്യം ഏൽപ്പിക്കോ? നിങ്ങളെ വല്ലാണ്ട് വർത്താൻ പറയണ്ട. ഇന്ന കാര്യം കുറിച്ച് ഞങ്ങൾ പറഞ്ഞെങ്കിൽ ഞാനതിൽ പുലിയ ഈ പെണ്ണ് കൊണ്ടുവരുന്ന കാര്യത്തിലേ നമ്മളെ ഈ ചൈനന്റെ പ്രസിഡന്റില്ലേ എന്തിനു വേറെ പേര് സിങ്ഷാങ്സു. ഭയങ്കര അത് ചൈനയിലൊക്കെ അങ്ങനെ പേരിടല്. ഈ കുട്ടീനാണ് ചൈനയിൽ 15 പ്ലേറ്റിന് ടിക്കറ്റ് വെക്കും. ഒരൊറ്റ വെട്ട ആ വെട്ടിലുണ്ടാവണം ഒച്ചാണ് എന്ത് കുട്ടിന്റെ പേര് സിങ്ഷാങ്സു. ഇങ്ങനെയുള്ള സിങ്ഷാങ്സിന് പെണ്ണടിച്ചിട്ട് ആരാ ഈർന്നു. പിന്നെ നമ്മളെ സൗദി അറേബ്യന്റെ രാജാവില്ലേ എന്തിന് അത് സുലൈമാനി വൽ കുലൈമാനി മൂപ്പർക്ക് പെണ്ണെടുത്ത ആരാ ഈർന്നു. പിന്നെ നമ്മളെ മറ്റേ മർഹൂം വീരപ്പനല്ലേ മർഹൂം വീരപ്പൻ ഇന്നാലില്ല മൂപ്പരുണ്ടല്ലോ മൂപ്പർക്ക് പെണ്ണിട്ടിട്ട് അത് വലിയൊരു കഥയാണ്. മൂപ്പർക്കുള്ള പെണ്ണും കൊണ്ടേ ഞാൻ കാട്ടിലൂടെ എങ്ങനെ പോവാണ് കാട്ടിലൂടെ എങ്ങനെ പോവാണ് അങ്ങനെ പോവാണ് അങ്ങനെ പോവാണ്. പെട്ടെന്ന് മുമ്പിൽ അതായത് പുലി. എവിടെ സങ്കല്പിക്കണോ വിടുവാ. അങ്ങനെ പുലിനെ കണ്ടേലേ ഞാൻ എന്റെ 2 ചെരുപ്പും കാലും കൂടെ എടുത്തു. എന്നിട്ട് ഒരു ചെരുപ്പ് ആ പെണ്ണിന്റെ കയ്യിലും ഒരു ചെരുപ്പ് എന്റെ കയ്യിലും വെച്ചു. എന്നിട്ട് ഓട്ടാ പുലിന്റെ വൈത്താലുണ്ടോ പുലിന്റെ വൈത്താല് ഇന്റെ റബ്ബേ ഓടിച്ച് അങ്ങനെ ഓടണ് അങ്ങനെ ഓടണ്. ഞാൻ വലിയ ഓട്ടക്കാരനല്ലേ. പെട്ടെന്ന് മുമ്പിൽ അതൊരു കിണറ്. സങ്കല്പിക്കണോ അങ്ങനെ ആ കിണറ് കണ്ടേല് ആടോ കിണറ്റിൽ കൂടെ അങ്ങനെ പോവാണ് അങ്ങനെ പോവാണ്. പകുതിച്ചപ്പോഴൊരു കാര്യം മനസ്സിലായി. എന്ത് ഇന്ന് താഴത്തൂലാന്ന്. ഞാൻ വണ്ടി റിവേഴ്സില്ല ഒരൊറ്റ പൊന്തല മുകളിലെത്തിക്കൊണ്ട് ആ മഹാനായ പുലി ഇങ്ങനെ പ്രസ്തുത പുലി ഉണ്ടല്ലോ അതിങ്ങനെ തൊള്ളയെ മുട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ പുലിന്റെ തൊള്ളക്ക് കൈയിട്ടില്ല. ആലോചിച്ച് പറഞ്ഞ ശരി അത്ര കൈയിട്ടുള്ളൂ. അങ്ങനെ കൈയിട്ടവന്റെ കൈമേൽ എന്തോന്ന് തടഞ്ഞു. എന്റെ പുലിന്റെ വാലാണെന്ന് എനിക്ക് സംശയമുണ്ട്. എടോ പുലിന്റെ തൊള്ളയിലടോ. അങ്ങനെ ആ വാല് പിടിച്ച രക്ഷ വല പുലി ജോൺസ്കൂടെ അമ്പലം പറഞ്ഞ രക്ഷ മറിച്ചില് ഇങ്ങനെയൊക്കെയുള്ള റിസ്ക് എടുത്തിട്ട് വീരപ്പന് പെണ്ണടിച്ചെടുത്ത് ആരാ ഈർന്നു. പിന്നെ നമ്മളെ ഇന്ത്യന്റെ മുൻ പ്രധാനമന്ത്രി ഇല്ലേ എന്ത് പേര് ചങ്ങായി ഓൻ പറയണേ പറഞ്ഞോ. ഇന്ത്യന്റെ മുൻ പ്രധാനമന്ത്രി ഇല്ലേ പേര് അടൽ ബിഹാരി വാജ്പേയി. അയാൾക്ക് പെണ്ണടിച്ചെടുത്ത ആരാ അത് ഈ എർമല്ല. ഈ എർമന്റെ വാപ്പ വിചാരിച്ചാൽ നടക്കൂല. മൂപ്പര് ബ്ലാസ്റ്റർ. പിന്നെ ആസാനെ ഇങ്ങനെയൊക്കെ ലിങ്കാണോ നിങ്ങളെ മൂപ്പര് പെണ്ണിനെ കൊണ്ടുവരാൻ പ്രയാസം? നിങ്ങൾ കാണാൻ പറയും ഞാൻ കൊണ്ടുതരാന്. അർമ്മ പറയുന്ന കാര്യം ഇങ്ങനൊക്കെ ശ്രമിച്ചിട്ട് പെണ്ണ് കിട്ടാതായാൽ നമ്മളെടുത്തൊരു അളവുണ്ട്. എന്താണ്? ഞങ്ങളുടെ നാട്ടില് കളപ്പാട് മുല്ലക്കോയ തങ്ങൾ. ഏത് തങ്ങള്? കളപ്പാട് മുല്ലക്കോയ തങ്ങൾ. മൂപ്പരോട് കാര്യം പറഞ്ഞ ഒരു പച്ചവെള്ളം കുടിച്ചിട്ട് മതി കല്യാണം നടത്തിയത്. തങ്ങള് കല്യാണം എടുത്തേ നമ്മളെ മക്കളെ കല്യാണമൊക്കെ അങ്ങനെ നടത്തിയത്. നമുക്ക് പോയേക്കല്ലേ അവിടെ പോയോക്കാം. എന്നാ പേര് سبحان الله سبحان الله سبحان الله سبحان الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم سبحان الله سبحان الله ما شاء الله ما شاء الله سبحان 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 الله
എന്താ എന്താ പ്രശ്നം? എന്താ എനിക്കിപ്പോ അയക്കണം എന്ന് പറഞ്ഞാൽ അയക്കണം, വേറൊരു വർത്താനമില്ല. എന്തോ അയക്കണം എന്ന് പറയുന്നത് ഉസ്താദ്, എന്തോ അയക്കണം. എന്താ 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 അയക്കേണ്ടി പോനി? എനിക്ക് മെസ്സേജ് അയക്കണം. മെസ്സേജോ? പടച്ചോനെ, എന്ത് മെസ്സേജ്? അതെ ആ പിന്നെ ഈ കുട്ടി ആ എന്നും എന്റെ മോനാണ്. ആ എന്ന് രാത്രി സുബ്ഹാനല്ലാഹ് നെറ്റി കുത്തി കളിച്ചു. ആ എന്നിട്ട് 1 മണിയായിട്ട് ഉറങ്ങൂല. ഓ ആർക്കോ മെസ്സേജ് അയക്കണല്ലേ. ആ ആ എന്നും ഉറങ്ങണ്ടായപ്പോ ആ. ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചു. ആ ആ. ഉറങ്ങിക്കോട്ടെ വെച്ചിട്ട് സുബ്ഹാനല്ലാഹ്. പിറ്റേന്ന് മുതലേ ഓ മോനെ ആഹാ. അയക്കണം അയക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മാഷാ അല്ലാഹ്. എന്റെ സംശയം ആ. ആ മൊബൈലിൽ എന്തോ ജിന്നോ ആ. ഉസ്താദെ. ഇപ്പൊ പറഞ്ഞാലേ ഇപ്പൊ എവിടെ ഉണ്ട് മൊബൈല്? ആ കിട്ടി. ഇത് കുറച്ച് കൂടിയനാണ്. അതേതാ? അൽജിന്നൂന മെസ്സേജൂന കയറിയതാ. അൽജിന്നൂന മെസ്സേജൂന. പക്ഷേ നമ്മളടുത്ത് പേടിച്ചല്ല, നമ്മളടുത്ത് വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ് ബിസ്മില്ലാ. ആ യാസീൻ കെട്ടിനെടുത്ത കുട്ടിയെ. ആ എടോ നമ്മള് യാസീൻ ഓതി വെച്ചില്ല നേരത്തെ, ആ കെട്ടിനെടുക്ക്. ഇത് നരച്ചു കുടിച്ചാല് എല്ലാ അൽജിന്നൂന ഇനി ബാക്കിയുള്ള ഘട്ടക്കാർ നാളെ സുബയ്യ ഉമ്പത്തിനോട് ഇറങ്ങിക്കോളും. ഇപ്പൊ അത്യാവശ്യം ശരിയായിക്കോ. ഇപ്പൊ പ്രശ്നമുണ്ടോ? ഉസ്താദിന്റെ മോക്കൽ തുള്ള ഉസ്താദിന്റെ മുഖത്ത് തുപ്പിയാടല്ലോ ഉരുത്തക്കേട് കേട്ടു. അങ്ങനെ ചെയ്യലട്ടോ. ഒരു മരുന്ന് കൂടി നമ്മളെ കയ്യിലുണ്ട്. നമ്മളെ സ്പിച്ച് മാവിനെടുക്ക്. സ്പിച്ച് എന്ന് ഇംഗ്ലീഷ് പറഞ്ഞാ തുപ്പല്, മാവ് എന്ന് അറബി പറഞ്ഞാ വെള്ളം. തുപ്പല് വെള്ളം എടുക്കണോ? ആ ആ ഇതൊന്നും കളിച്ചാ മതി, ഒക്കെ ചെയ്യാം. നാളത്തോടി ഓന്റെ എല്ലാ അസുഖം മാറും. ഞങ്ങള് പിന്നെ ബർക്കത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കോല് കൊടുക്കണം. എനിക്കൊന്നും വേണ്ടിയിട്ടല്ല, ബർക്കത്തിനാണ്. നമ്മക്കൊന്നും വേണ്ട. സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. ഞാൻ വഫാത്ത് അയക്കണോ? ലേറ്റ് അല്ല. ഇതെവിടെ കുത്താ? എന്താടോ ഓല് പോയിട്ട് കാണാത്ത? ഓലൊരു ഉസ്താദിനെ കാണാൻ പോയിട്ട് ഇതാ കോലം. ആ ആ എന്റെ ആശാനെ എവിടെയാണോ നിങ്ങള്? ഞങ്ങളെ ആ ഒരു ഉസ്താദ് നിങ്ങൾ പറഞ്ഞില്ലേ, ആ തങ്ങളെ അയാളടുത്ത് പോയേന്. ആ ഇതെന്താ പരിപാടി? എന്തേ? അയാൾ കുറെ പൈസ ഒക്കെ വാങ്ങിച്ചാണ്. ആ പക്ഷെ ഓന്റെ അസുഖം ഒന്നും ശരിയായില്ല. സുഖം മാറിയില്ലല്ലേ? ആ. ഇതന്നെയാണ് ഇപ്പൊ നമ്മളെ നാടിന്റെ ഒരു അവസ്ഥ അറിയണത്. എന്ത് ആൾക്കാരിങ്ങനെയാണ്. നമ്മളെ കേരളം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ആത്മീയ കേന്ദ്രമായി മാറിയിരിക്കാണ്. അതായത് അവർ ആത്മീയ ഭ്രാന്താലയം എന്ന് വരെ പറയേണ്ട അവസ്ഥയിലാണ്. എന്താ വെച്ചാല് ഇങ്ങനത്തെ തങ്ങന്മാരും സ്വാമിമാരും ഒക്കെ ആൾദൈവങ്ങളായിട്ട് ആൾക്കാരുടെ പൈസ ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഒരു അവസ്ഥ മാറേണ്ടതുണ്ട്. നമ്മളിപ്പോ ദീനും ഇസ്ലാമും പടച്ചോനൊക്കെ ഖുർആനൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ തങ്ങന്മാര് സ്വാമിമാരൊക്കെയാണ് ഇപ്പൊ നമ്മളെ സമുദായം സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്നൊക്കെ മാറേണ്ടതുണ്ട് നമ്മളെ സമുദായം. നമ്മളെ പാട്ടൊന്ന് പാടിക്കൊടുത്താണ് കുട്ടികളെ. നാട് ദൈവത്തിനാട് പേര് പറഞ്ഞ് വെട്ടിപ്പാണല്ലോ വെട്ടിപ്പാണല്ലോ തട്ടിപ്പ് ആ ആ തട്ടിപ്പ് ആ ആ തട്ടിപ്പ് തട്ടിപ്പ് കോടികൾ വാരുന്നു കോടികൾ വാരുന്നു. മോചനം വേണം, മാറ്റം വേണം, പുതിയൊരു നാൾ വേണം, പുതിയൊരു നാൾ വേണം. ദൈവത്തിൻ പേര് പറഞ്ഞ് ഇക്കളി വേണ്ടല്ലോ ഇക്കളി വേണ്ടല്ലോ. തിങ്കത്താങ്കട തരികിടതോ ദൈവത്തിനാട് ദൈവത്തിനാട്. നല്ലൊരു പാട്ടില്ലേ? തിരക്കടില്ല. പിന്നെ ആ ഇത് പറയണ പറഞ്ഞല്ല. എന്റെ കുട്ടിനെ ആയിരുന്നു. അന്റെ കുട്ടിന്റെ കാര്യം എന്താ പ്രശ്നം? നല്ല രസമാന്റെ കാര്യം. ആ അന്റെ കുട്ടിയല്ലേ? ആ ഉണ്ടാവും. ഓനെ ആ രാവിലെ എണീച്ചിട്ട് കുളിച്ചൊക്കെ മാറ്റിയിട്ട് അവന്റെ പാന്റിടെ നേരത്തെ വിളിയാ. ഉമ്മ അങ്ങോട്ട് വരി, ബാപ്പ അങ്ങോട്ട് വരി, ഇതിങ്ങോട്ട് കയറ്റി തരി. കുട്ടിക്ക് ഇത്ര വലുപ്പം പാൻറ് അറിയില്ല. പാന്റിടെ അറിയില്ലടോ, അതൊരു കുത്തുംകുറ്റി പോലത്തെ സാധനം. ഹാമർ കൊണ്ട് അടിച്ച് കയറ്റി അതിനോട് കേറണ്ടേ. ഓന്റെ കാര്യം നടക്കട്ടെ. വേറെ കാര്യം, ഞാനേ ടൗണിൽ എന്തോ ഒരു മോളില്ലേ, എന്തിനോളെ പേര് ഫോക്കസ് മോള്. ഓളെ മുന്നിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാ. അങ്ങനെ പോകുമ്പോണ്ട് ഒരുത്തൻ ഓന്റെ പാന്റ് അതാ മനുഷ്യനോട് പറയാൻ പറ്റുള്ളൂ. പറഞ്ഞെടുത്തൂടെയോ? എന്റെ ചെങ്ങായി, ഞാൻ ഓന്റെ അടുത്ത് പോയിട്ട് എന്റെ പാന്റ് കഴിഞ്ഞിട്ടായിരുന്നു.
അപ്പൊ ഓൻ ചോദിക്കും ആരാ വീണ് എന്താ സംഭവം നോക്കുമ്പോണ്ട് ഓന്റെ ഇന്നോടൊക്കെ ഇങ്ങനെ ഒരു വയറൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് ചെവിയിൽ ഇങ്ങനെ വയറിങ് കേൾക്കണേ. ഞാൻ പറഞ്ഞൊന്നും ഓന് കേൾക്കണില്ല. ഇയർഫോണടോ. ശരി. അല്ല ഇത് പറഞ്ഞപ്പോ പെണ്ണുങ്ങൾ തിരിച്ചിട്ടുണ്ടോ? ഓല അങ്ങനെ തിരിച്ചാൻ പറ്റും. എന്തേ? ഞാനേ കോഴിക്കോട് പാളയത്ത് സാധനം വാങ്ങിയാണ്ട് കോഴിക്കോടിന്റെ നാട്ടിൽ വരുമ്പോ നമ്മള് കക്കോടിക്കുള്ള ബസ് കയറി. കക്കോടി എത്തണേന് 2 സ്റ്റോപ്പ് മുന്നേ ഞാൻ ബസ് കയറിയത് മുതല് ഭാഗ്യം കൊണ്ട് ഞാൻ ചെന്ന് വെട്ടത് മുമ്പിലാണോ. അതിപ്പോ ചെന്ന് അവിടെ തന്നെയല്ലേ കയറല്. എന്നിട്ടോ ഒരു പെമ്പർന്നോളവിടെ കാട്ടിക്കൂട്ടുന്ന കണ്ടാല് പ്രായപൂർത്തിയായ അന്യ പുരുഷോടെ ബാക്കിലുണ്ടെന്നവർക്ക് യാതൊരു ബോധമില്ല. എന്നിട്ട് ഓരോട് മുമ്പില് ഇവിടെ മുതൽ ഇവിടെ വരെ കീറുന്നൊരു പറഞ്ഞിട്ടുണ്ട്. അത്ര കീറല് വേണം. അത്ര കീറവിന് ഇടാൻ പറ്റില്ലല്ലോ. ഏതായാലും ഇത്ര പേരുള്ള കീറല് ആയിക്കോട്ടെ, വിഷയമല്ല. ആശ കേൾക്കണത് കേൾക്കണ്ട് ജി പറഞ്ഞോട്. ആണല്ലോ കേൾക്കണില്ല. ഇതിന്റെ മുമ്പിൽ ബസ്സാണല്ലോ. ബ്രേക്ക് ഇടലും ആക്സിലേറ്ററും പതിവാണ്. ഇളക്കിങ്ങനെ ഇളഞ്ചെങ്ങനെ ഇങ്ങനെ അടിക്കും. എന്താണ് എന്തടിക്കോ? കാറ്റ് കാറ്റടിക്കുമ്പോ മുന്നത്തെ കസിന് മുന്നിക്കട് പാടും. പുളി പിടിച്ചിട്ടുണ്ടാവും. എന്താണ് മനുഷ്യനെ? ബസ് പോകുമ്പോ മുന്നത്തെ കാറ്റടിച്ചുമ്പോ ഓടിച്ച് പിടിച്ച് ഇങ്ങോട്ട് താത്തും. ആ ബാക്കിൽ കാറ്റ് അത് പിടിച്ച് ഇങ്ങോട്ട് താത്തും. പിന്നെ ഓർക്ക് ഇവിടെ പിടിച്ചാൽ ഒഴിവില്ല. ഇത് പൊളിച്ച ഇവിടെ കഴിച്ച ഇവിടെ ചുരുക്കി പാറ ഓൽക്കൊന്നും ജിമ്മിന് പോണ്ട. അല്ല ആ ഡ്രസ്സിന്റെ പേരെന്താ? ഞാൻ അറിയാൻ വേണ്ടിട്ട് എന്റെ പേരയിലിറങ്ങി ഞാൻ എന്റെ പമ്പറന്നോളോട് ചോദിച്ചു, അല്ല മോളെ ഞാൻ ബസ്സിനോട് ഇങ്ങനെയൊക്കെ സാധനം കണ്ടുകണേ നമുക്കറിയാം എന്റെ പേര്. ഓളിനോട് പറഞ്ഞേ അപായ. വല്ലാത്തൊരു അപായം തന്നെ. ഇങ്ങനെ പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ നിന്റെ പെണ്ണുങ്ങളുണ്ടല്ലോ എടുത്തി പോക്കിനോട് തീരെ സ്നേഹമല്ല. എന്റെ പെണ്ണുങ്ങൾക്ക് എന്നോട് തീരെ സ്നേഹമല്ല. പിന്നെ എന്റെ കൊച്ചിനോടേ കാര്യം സ്നേഹം. അല്ല പാരോടാ കൊച്ചിനോടൊന്നല്ല ആശാനെ സ്നേഹം. കൊച്ചിനോടൊന്നല്ല ഓക്ക് സ്നേഹം. ഓക്ക് സച്ചിനോടാ സ്നേഹം. ഏത് കളിക്കാരൻ സച്ചിനോടാ? സച്ചിനെ നോക്ക്. എന്റെ അമ്മയോട് ചുറ്റും നോക്കിയാ അവളെ ഭാര്യ പറഞ്ഞപ്പോ സച്ചിനുണ്ടല്ലോ, ഈ സച്ചിനെങ്ങാനും സെഞ്ചുറി അടിച്ചാല് എന്റെ പൊരേന് വലിയൊരുനാളും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വന്നായിരിക്കും. അന്ന് പെരുന്നാളിൽ എന്താ പായസം ഉണ്ടാവും, നെയ്ച്ചോറുണ്ടാവും, ബിരിയാണി എല്ലാം ഉണ്ടാവും. സച്ചിനെങ്ങാനും പൂജത്തിന് പോയാല് സച്ചിന്റെ വെള്ളം കൂടി പൊര കിട്ടൂല. നമുക്കൊരു പണി കിട്ടിയാലോ? നമ്മളാ സച്ചിനെ വെടിവെച്ച കൊന്നാലോ? സച്ചിനെ വെടിവെച്ച് കൊന്നാലോ? എന്നിട്ട് വേണം ഞങ്ങൾക്ക് എന്റെ കുടുംബം കളിക്കാൻ. എന്റെ കുടുംബം കളിക്കാൻ പോയിട്ട് വരാക്കൊരു നാടൻ കൊണ്ട് കളിക്കാറില്ല എനിക്ക്. എന്റെ കുടുംബം ആശാനെ എന്താ നമ്മള് കാട്ടുക? ഇതൊരു കാര്യം ചെയ്യും. ഈ ക്രിക്കറ്റ് ചെക്കന്മാരൊക്കെ ക്രിക്കറ്റിന് പിന്നാലെ എന്റെ മക്കളെ അവസ്ഥ തന്നെയാണ്. എന്താ ഇപ്പൊ നമ്മുടെ മക്കളെക്കാരുടെ അവസ്ഥ? ഞാൻ എത്രങ്ങാനും കായ് കൊടുത്തിട്ടാണ് അവന് രാവിലെ മേലെ സ്കൂൾക്ക് വന്നത് പറഞ്ഞേക്കണോർക്ക് ബോധമുണ്ടോ? എന്നിട്ട് എന്റെ ബന്ധങ്ങളോട് എന്നോട് ചോദിക്കണം, നിങ്ങളെ മോനെ തീറ്റി പോക്കുന്നതിന് പകരം നിങ്ങൾക്കൊക്കെ അത് നല്ല ആടിനെ വാങ്ങേണ്ടി ആട്ടുംകാട്ടേന് കിട്ടൂലേനോ? അത് ശരി. എന്റെ കുട്ടികളെ എന്റെ മക്കളെ കുറ്റം പറഞ്ഞ എനിക്ക് മനസ്സിലല്ല. ഞാൻ പറഞ്ഞു ജോനോട് ചോദിച്ചു, എന്ത് ചോദിച്ചൊക്കെ? ഇസ്ലാംകാരം എത്ര? അത്തലായി പറയും. ഇസ്ലാംകാരം 5 ഈമാങ്കാരം 6 അവകൾ അറിയല് ഫർളാണ്. അത്തലായി പാടി നമ്മളെ പെണ്ണുങ്ങൾക്ക് കാണിച്ചത് കുട്ടീനെ കണ്ടില്ല. കുട്ടീനെ പിന്നോട് ചോദിച്ചു ക്രിക്കറ്റ് കളിക്കാരെ പേര്. ആരെ പേര്? ക്രിക്കറ്റ് കളിക്കാരെ പേര്. ക്രിക്കറ്റ് കളിക്കാരൻ ഓങ്ങട് തുടങ്ങി. സച്ചിന് ദ്രാവിഡ് ഗാംഗുലി ജഡേജ അള്ളാഹ് നമ്മളെ കുട്ടിക്ക് ശ്വാസം മുടിച്ച് പറയിച്ചിട്ടുണ്ടാവും. പിന്നെ ഞാൻ ചോദിച്ചു ഇന്ന് നബിമാരെ പേരെ പറഞ്ഞത് കുട്ടിയാ? ആരെ പേര്? പ്രവാചകന്മാരെ പേര്. നബിമാര് കുട്ടി തുടങ്ങി. ആദം, അല്ലാഹ് പടച്ചോ. ഇതെന്താ പുൽക്കം മാത്രമേ ഉള്ളൂ? അതന്നെ ഞാനും നോക്കീനെ. പിന്നെ പുൽക്കം മാത്രമേ ഉള്ളൂ, പേരൊന്നും പുറത്തു കയറില്ല. ആ കുട്ടീന്റെ പേരെന്താണെങ്കിൽ എന്താ? അബു. അബോ എത്ര കാലത്രൊക്കെ പുരോഗമിച്ച് കുട്ടിക്കിട്ട പേര് അബു. എന്താണ് അബുവിനൊരു പേര് പറഞ്ഞു? എനിക്ക് വല്ല അറിയോ? ഞാൻ പേരിന്റെ പശ്ചാത്തലം നോക്കണം. പേരിന്റെ പശ്ചാത്തലോ? എന്റെ പേരിടുന്ന കുട്ടി വലുതായിട്ടെങ്ങാനും നല്ല കുട്ടിയായാല് ഓന്റെ പേര് അബൂബക്കർ. വലുതായി നന്നായാല് അബൂബക്കർ. ഞാനെങ്ങാനും വലുതായിട്ട് ആള് വസലായാലോ അബൂജാഹിൽ. അത് നല്ല. എന്റെ കുട്ടി അബൂജാഹിൽക്ക് എത്തും മിക്കവാറും. എന്റെതല്ലേ സാധനം. അല്ല ഇതാണ് ഇപ്പൊ എന്റെ കുട്ടിയുടെ അവസ്ഥ. ആശാൻ എങ്ങോട്ട് ഇതാണ് നമ്മളെ കുട്ടിയുടെ അവസ്ഥ. അവർക്ക് നബിമാരെ പേരറിയില്ല, ക്രിക്കറ്റ് കളിക്കാരെ എല്ലാരും പേരറിയില്ല.
നമ്മളെ കുട്ടികളി നമ്മളെ പേരീറ്റോലൊക്കെ അവസ്ഥ എന്താ വെച്ചാല് ഓൽക്കിപ്പോ മദ്രസക്ക് പോകാനൊന്നും ഒഴിവില്ല. ഓലക്കൊരു വിചാരമുണ്ട്, 23 കൊല്ലം കൊണ്ട് പ്രവാചകം പഠിപ്പിച്ചതൊക്കെ 5 കൊല്ലം മദ്രസിലോട്ട് പോയാലൊക്കെ തഹസീലായി എന്നാ പോലെ ഒരു വിചാരം. മനസ്സിലായവർക്ക് ഞാൻ പറഞ്ഞുവല്ലോ, 23 കൊല്ലം പോയാലേ, അല്ല 23 കൊല്ലം നബി പഠിപ്പിച്ചതൊക്കെ 5 കൊല്ലം കൊണ്ട് മദ്രസിൽ പോയാൽ ഒക്കെ തഹസീലായി. പിന്നെ അഞ്ഞ് വേറൊരു കൂട്ടരുണ്ട്, ഓൾ ഇംഗ്ലീഷ് മീഡിയം അതേമാതിരി CBSE എന്ന് പറഞ്ഞുകൊണ്ട് ഈ 5 കൊല്ലം കൂടി മദ്രസയിലാണ് പോകില്ല. അതോടുകൂടി ഓല ദുനിയാവുമില്ല, ദീനുമില്ല, ഖുർആാനുമില്ല, ഇസ്ലാമുമില്ല, ഒന്നുമില്ല. കുട്ടികളെ എങ്ങനെ നമ്മൾ ആ പാട്ടൊന്ന് പാടിക്കൊടുത്താണ്. അത്തായ തമ്പുരാനെ ലോകത്തിൻ രക്ഷകനെ നാടിന്റെ ഗതി ഇത് കണ്ടോ, വീണ്ടു വിചാരമില്ല ശുദ്ധിയോ ശേഷമില്ലാതൊരു ചെയ്തികൾ കണ്ടോ. ഹക്കായ തമ്പുരാനെ ലോകത്തിൻ രക്ഷകനെ നാടിന്റെ ഗതി ഇത് കണ്ടോ, വീണ്ടു വിചാരമില്ല ബുദ്ധിയ ശേഷമില്ലാതുള്ളൊരു ചെയ്തികൾ കണ്ടോ. ബാധ്യതകൾ മറന്ന് ലക്ഷ്യവും വിസ്മരിച്ച് കാലം കഴിച്ചുപോരേ, നാടിന്റെ നന്മക്കായി നല്ലൊരു നാളേക്കായി എല്ലാരും ഒത്തുചേർന്നിടൂ, എല്ലാരും ഒത്തുചേർന്നിടൂ, എല്ലാരും ഒത്തുചേർന്നിടൂ. അതാണ് ഒരു കാര്യം കേൾക്കണം. ഞാനൊരത്തെ എന്റെ പൊരേങ്ങനെ കയറി ചെല്ലുമ്പോണ്ട്, അന്റെ പേരേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോ എന്റെ പെണ്ണുങ്ങൾ ഉള്ളുന്ന ഭയങ്കര നൊലോളി. അന്റെ പെണ്ണുങ്ങള് നൊലോളി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു നൊലോളി. അന്നെ കാണായിട്ടേ കാരണം എന്തൊരു നൊളോളിയാ അപ്പൊ ഇങ്ങനെ ഉണ്ടൊരു നൊളോളി, വല്ലാത്തൊരു നൊളോളിയല്ല. ഓ ഭയങ്കര അഭിപ്രായമായി പോയി. അങ്ങനെ ഓളം നൊലോളി കണ്ടപ്പോ ആരോ മരിക്കാണ്, മരിച്ച് അങ്ങനെ പറയുന്നുണ്ട്. പട്ടംപുരാൻ ആരേക്ക് ഇപ്പൊ മരിച്ചു, ഓളെ വല്യാപ്പ മരിച്ചപ്പോൾ ഓളെന്തായാലും ഇങ്ങനത്തെ നൊലോളി മരിച്ചു. ഇപ്പൊ വാപ്പ മരിച്ചോ, വാപ്പ